ഹല്ലേലൂയ. ആദ്യമായിട്ടാണ് ഈ കത്തീഡ്രൽ പള്ളിയിൽ അടുത്താരയിൽ ഞാൻ വരണത്. ഇവിടെ വരാനും നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാനും കുറച്ച് സമയം നിങ്ങളുടെ എല്ലാവരോടും എൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കാനുള്ള വലിയ ഒരവസരം തന്ന നമ്മുടെ കർത്താവിന് നന്ദി പറയുന്നു. സന്തോഷമല്ല എല്ലാവർക്കും? ഡിപ്രഷനുള്ളവരൊന്നും ഇല്ലല്ലോ? ഭാഗ്യാട്ടാ. കാരണം ഈ ഒരു കാലഘട്ടത്തിലേ ഡിപ്രഷൻ ഇല്ലാത്തവരെ കാണാൻ പറ്റണല്ലേ. കേരളത്തിലെ ബംഗാളികൾ പോലെയാണ് ഡിപ്രഷൻകാർ. അവിടെ നോക്കിയ ബംഗാളി, ഇവിടെ നോക്കിയ ഡിപ്രഷൻ. ആ ഒരവസ്ഥയിലാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളെന്തായാലും ഭാഗ്യവാന്മാരാ, ഡിപ്രഷൻ ഒന്നുമില്ലല്ലോ. എല്ലാവർക്കും നൈറ്റ് ബീച്ചിലൊക്കെ ഇഷ്ടപ്പെടണമൊക്കെ ഇല്ലേ? എല്ലാം വളരെ ഭംഗിയായിട്ട് പോകണില്ലേ? ഈ ഒരു കാലഘട്ടത്തിൽ ഡിപ്രഷൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഒന്ന് ചിരിച്ചെല്ലാവരും ഒന്ന് എയറൊക്കെ വിടേ. കാരണം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ നൈറ്റ് വീച്ചിലും അവസാനത്തെ ചിരിയാവാം. കൊച്ചു കുട്ടികൾ വരെ അറ്റാക്ക് വന്നു പോണ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കിട്ടുന്ന സമയം എപ്പോഴും സന്തോഷത്തോടെ ഇരുന്നോളൂട്ടാകും. വചനം പറയുന്നുണ്ട് 1 തെസ്സലോനിക്കർ 5:16, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുക. ഇതാണ് യേശു ക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. സംഭവം കർത്താവ് പോലും നമ്മൾ ഹാപ്പി ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണോ? വല്ല സന്തോഷം ഉണ്ടാകും, വല്ല സമാധാനം ഉണ്ടാകും. ഇപ്പോൾ എന്നെ പരിചയപ്പെടുന്നവരും ഞാൻ കണ്ടവരിലും ഭൂരിഭാഗം ആൾക്കാർക്കും മൊത്തം പ്രശ്നങ്ങളാകും. എന്താണ് എന്നെ കാണാൻ വരുന്നതോട് ഞാൻ സ്ഥിരം ചോദിക്കാറുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ എന്ന്. ഇടുത്ത വഴിക്ക് പറയും, എന്ത് വിശേഷം നിഖിലേ, അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ അത്രയ്ക്ക് തന്നെ ഉള്ളൂ എന്ന് പറയും. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കാർക്കും സന്തോഷവും സമാധാനവും ഇല്ല. മൊത്തം പ്രശ്നങ്ങളല്ലേ, ശരിയല്ലേ? ഒന്ന് തീരുമ്പോൾ അടുത്ത പ്രശ്നം, അത് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം. രോഗമാവാം, ജോലിയാവാം, കുടുംബ പ്രശ്നമാവാം, കടബാധ്യതകളാവാം. പ്രശ്നങ്ങൾക്ക് കണ്ടമാനം കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ എല്ലാ പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ്? ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കും, 1-2 തവണ പ്രാർത്ഥിച്ചു നോക്കും. കിട്ടിയ സന്തോഷമായി, കിട്ടിയില്ലെങ്കിൽ പിന്നെ കർത്താവിനില്ലാത്ത കുറ്റല്ലേ. മൊത്തം ഒച്ചയും ബഹളവും, അങ്ങനത്തെ ഒരവസ്ഥയല്ല. ഇത് കഴിഞ്ഞ് സമാധാനം അന്വേഷിച്ച് പിന്നെ പോണത് ഒരു ആവറേജ് പ്രായമുള്ളവരെല്ലാവരും ഡ്രഗ്സാണ്. ഡ്രഗ്സ്, മദ്യം, കഞ്ചാവ്, ഇങ്ങനത്തെ പരിപാടി. ഇതൊന്നും പറ്റാണ്ടാവുമ്പോൾ ലാസ്റ്റ് ഡിപ്രഷനും വന്ന് ആത്മഹത്യ ചെയ്യും. പക്ഷെ ആ ഒരു സമയത്തൊന്നും നമ്മളാരും മനസ്സിലാക്കാത്ത വലിയൊരു സത്യമുണ്ട്. നമ്മുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ആ കാൽവരി കുരിശിലുണ്ട്. ആ കാൽവരി കുരിശിലേക്ക് ഒന്ന് നോക്കിയാൽ ചങ്ക് പൊട്ടി ഈശോ എന്നൊരു വാക്ക് വിളിച്ച ഓടി വരുന്ന നമ്മുടെ കർത്താവിൻ്റെ ആ ഒരു സ്നേഹം ഒരിക്കൽ നമ്മൾ അനുഭവിച്ച അന്ന് അവസാനിച്ചു നമ്മുടെ ലൈഫിലെ സങ്കടവും പരാതിയും എല്ലാ പ്രശ്നങ്ങളും. വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വേണ്ടി ആ കാൽവരി കുരിശിൽ മരിച്ചുയർത്ത് ഇന്നും ജീവിക്കുന്ന കർത്താവിനെ ഒന്നനുഭവിച്ച മാലിടിഞ്ഞു വീണാലും നമ്മളാരും കൊല്ലുങ്ങില്ല. സങ്കീർത്തനം 16:8 വചനം പറയുന്നുണ്ട്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്, ആ വീട്ടിൽ നിന്ന് എൻ്റെ വലതുവശത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങില്ല എന്ന്.
ആ കുരിശിലുള്ള കർത്താവിനെ കണ്ട ഒരാളും പിന്നീട് സങ്കടപ്പെട്ടിട്ടില്ല. സങ്കീർത്തനം 34:5 വചനം പറയുന്നുണ്ട്, അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. കാരണം നോക്കണത് നമ്മുടെ കർത്താവിനെ. അതുപോലെ വേറൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് സാധാരണ നിങ്ങളെല്ലാവരെയും പോലെ അധിക ശബ്ദത്തിലും അധിക സ്പീഡിലും സംസാരിക്കാൻ പറ്റില്ല. വേറൊന്നല്ല, ഒരു 13 മാസം വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് എൻ്റെ റൈറ്റ് സൈഡിലെ ലങ്സിൻ്റെ കപ്പാസിറ്റി കംപ്ലീറ്റ് പോയി. കഫം വരുമ്പോൾ ചുമച്ച് തുപ്പാനൊന്നും പറ്റില്ല. തൊണ്ടയിൽ ഒരു ട്രക്യോസ്റ്റമി ട്യൂബ് ഇട്ടിട്ടുണ്ട്. ആ ട്യൂബ് ഒരു കോർക്ക് വെച്ച് അടച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കഫം വരുമ്പോൾ കഫം വന്ന് ബ്ലോക്കായി കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ചുമച്ച് തുപ്പാൻ പറ്റില്ല. കഴുത്തിലെ ട്യൂബ് തുറന്നിട്ട് വേണം വേറൊരു സക്ഷൻ മെഷീനിലെ ട്യൂബ് ലങ്സിലേക്ക് ഇറക്കിയിട്ടാണ് കഫം മുഴുവൻ വലിച്ചെടുക്കാൻ. പക്ഷെ ഇപ്പോൾ കുറച്ച് 2 ആഴ്ചയായിട്ട് ചെറുതായിട്ട് കഫക്കെട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ചില സമയത്ത് കഫം വന്ന് ബ്ലോക്കായാൽ എൻ്റെ സൗണ്ട് ക്ലിയർ ആവില്ല. ചിലപ്പോൾ കുറച്ച് ഡിലേ വരും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തോളൂട്ടാ. അങ്ങനെ ആ കർത്താവിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റിയ നമ്മുടെ ജീവിതത്തിലെ സങ്കടവും പരാതിയും അവസാനിക്കും. പക്ഷെ നമുക്കെല്ലാവർക്കും കർത്താവ് ഉണ്ടെന്നറിഞ്ഞാലും നമ്മുടെ എല്ലാവരുടെയും കർത്താവ് നമ്മുടെ തലയിൽ മാത്രമാണ്, പള്ളിയിലും കുരിശിലും മാത്രമാണ്. പള്ളിയിലും കുരിശിലുമുള്ള കർത്താവ് എപ്പോൾ നമ്മുടെ ഉള്ളിൽ വന്നോ നമ്മുടെ ലൈഫ് മാറാൻ തുടങ്ങും. ചങ്ക് പൊട്ടി ഈശോയെന്നൊരു വാക്ക് വിളിച്ചാൽ ഓടി വരുന്ന ഒരു സ്നേഹം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. സങ്കീർത്തനം 145:18 വചനം പറയുന്നുണ്ട്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥിയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന്. പക്ഷെ ആ കർത്താവിനെ നമ്മുടെ ലൈഫിൽ സുഖവും സന്തോഷവും എല്ലാ സൗകര്യം ഉള്ളപ്പോൾ ഭൂരിഭാഗം നമുക്ക് ആർക്കും നമ്മുടെ കർത്താവിനെ കാണാൻ പറ്റില്ല. നമുക്ക് ആ കർത്താവിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ആ കർത്താവിനെ നമ്മൾ കാണണമെങ്കിൽ, ആ കർത്താവിനെ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളെ കൊണ്ട് ഓവർകം ചെയ്യാൻ പറ്റാത്ത, നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരണം. അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ പോലെ നല്ല അടി കിട്ടണം. അങ്ങനെ ഒരു അടി കിട്ടിയ നമ്മളെല്ലാവരും ആ കർത്താവിനെ കാണും. നമ്മുടെ ചിറമലച്ചൻ തമാശക്കായിട്ടായാലും ഇടയ്ക്കിടയ്ക്ക് പറയും, ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവത്തെ വിശ്വസിക്കാത്തവർ ഒന്ന് വെന്റിലേറ്റർ ഐ സി യു കയറുന്നുണ്ട്. ഒരു പ്രാവശ്യം വെന്റിലേറ്റർ ഐ സി യു കയറിയ എത്ര വലിയ നിരീശ്വരവാദിയും ദൈവത്തെ കാണും. എൻ്റെ അനുഭവം അതേപോലെ തന്നെയായിരുന്നു. ഒരു 19 വയസ്സ് വരെ ജീവിതത്തിൽ എൻ്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി പല കാര്യങ്ങളും ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് കിട്ടിയതെല്ലാം കുറച്ച് നേരം സന്തോഷം മാത്രമാണ്, പിന്നെ മൊത്തം സങ്കടമൊക്കെയായിരുന്നു. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2012 എൻ്റെ 19ാമത്തെ വയസ്സിൽ എനിക്കുണ്ടായ ഒരു ബൈക്ക് ആക്സിഡൻ്റാണ് എൻ്റെ ജീവിതം ഈ ഒരു വീൽ ചെയറിൽ മാത്രമായിട്ട് ഞാൻ ഒതുക്കി തീർത്തത്. 2012 കോതമംഗലം ഇന്ദിരാഗാന്ധി കോളേജിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു ആക്സിഡൻറ്റ് പറ്റിയത്. ആദ്യത്തെ ഒരു 7ാം ക്ലാസ് വരെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വൈദികനാവണം, കുർബാന ചെല്ലണം, കാര്യങ്ങളൊക്കെ. എല്ലാ ദിവസവും ഒരു 5 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് സ്ഥിരമായിട്ട് ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. ഇരിഞ്ഞാലക്കുട ഞങ്ങളുടെ ഇടവക പള്ളിയിൽ, ഇരിഞ്ഞാടല്ല പുല്ലൂർ ഇടവക പള്ളിയിൽ. അങ്ങനെ സ്ഥിരം ഞാൻ പള്ളിയിൽ പോകുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് 1.5-2 കിലോമീറ്റർ ഉണ്ട് പള്ളിയിലേക്ക്. നടന്നു പോകുന്നത് കണ്ടപ്പോൾ ആ വഴി പോകുന്ന അമ്മച്ചി ഒരു സ്റ്റെപ്പും താഴ്ത്ത അമ്മച്ചി
ഒരു മിനിറ്റ് ഇടാം. സോറി ടാ, പെട്ടെന്നൊന്ന് ചെറുതായിട്ട് ഒന്ന് തല കറങ്ങിയതാ. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകുന്നത് കണ്ടിട്ട് ആ വഴി കൂടെ പോകുന്ന പൊന്നിച്ചാത്ത ബസ്സുകാരി എന്നെ എവിടെ കണ്ടോ അവിടെ നിന്ന് എടുത്ത ഒരു ബസ്സിൽ കയറ്റും. കറക്റ്റ് പള്ളിപ്പടിക്ക് ഇറക്കി തരും, കാശും എനിക്കില്ല. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് അവിടുത്തെ പ്രാർത്ഥന കൂട്ടായ്മയിലെ നിങ്ങളെ പോലെയൊക്കെയുള്ള കുറേ അങ്കിളുമാരൊക്കെ കൂടി അച്ഛനോട് പറഞ്ഞു, അങ്ങനൊരു പയ്യനുണ്ട്, നല്ല പയ്യനാണ്, കുർബാനയ്ക്കൊക്കെ വരുന്നതൊക്കെയാന്ന് പറഞ്ഞിട്ട് ആദ്യ കുർബാന സ്വീകരണത്തിന് മുൻപ് എന്നെ ഓൾഡർ ബോയ് ആക്കി എടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കുർബാന കയറാൻ തുടങ്ങി, ബൈബിളൊക്കെ വായിക്കാറുണ്ട്. അങ്ങനെ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്താന്ന് തോന്നുന്നു, ഞങ്ങളുടെ പള്ളിയിലെ വികാരിച്ചനായിരുന്ന ജോർജ് ആലപ്പട്ടച്ചനെന്ന് തോന്നുന്നുണ്ട്. അച്ഛൻ 3 വർഷത്തെ സേവനം കഴിഞ്ഞ് ഇടവക മാറി പോണ സമയത്ത് പള്ളിയിലെ മീറ്റിങ്ങിൽ അച്ഛൻ പറഞ്ഞു, അങ്ങനൊരു പയ്യനുണ്ട്, ആ പയ്യനെ എൻ്റെ യാത്രയപ്പിനെ കൊണ്ടുവരണം, അത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കുടുംബ യൂണിറ്റിൽ ഒരു ആൻറ്റി പറഞ്ഞു, വലിയ കാശുകാരിയാടാ. അപ്പം ആൻറ്റി പറഞ്ഞു, അത് പറ്റില്ല, അവൻ്റെ അപ്പൻ ഭയങ്കര കള്ളുകൂടിയനാണ്, കള്ളുകൂടിയന്മാരുടെ മക്കൾ ഇത്രയ്ക്ക് ഉണ്ടാവുള്ളൂ, അവരെ കൊണ്ടുപോയിട്ട് കാര്യമില്ല, അല്ലാണ്ട് തന്നെ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു. ഞാനത് കേട്ടു ചെയ്തു, ആകപ്പാട് സങ്കടമായി. അന്ന് അവസാനിച്ചു എൻ്റെ പള്ളി പോക്കും പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും. പക്ഷെ എന്നാലും ജോർജ് അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് എന്നെ കൊണ്ടുപോയി യാത്രയപ്പിന് കൊണ്ടുപോയി. ഒരു ഷർട്ടും പാൻറ്റും അച്ഛനിക്ക് വാങ്ങിച്ചു തന്നു, നല്ല അച്ഛനായിരുന്നു കേട്ടോ. പക്ഷേ ഈ ആൻറ്റിയുടെ വാക്കുകളുടെ മനസ്സിലായി, കള്ളുകൂടിയൻ്റെ മക്കൾക്ക് ഒരിക്കലും ഒരച്ഛനാവാനോ ഒന്നിനും പറ്റില്ല. ആകെ സങ്കടമായി. പിന്നെ വലുതായി 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തോന്നി, അച്ഛമ്മനൊക്കെ ആവണത് ഒരു കഥയില്ലാത്തവർക്കും ഒരു പണിയില്ലാത്തവർക്കുള്ള പരിപാടിയാണ്. പിന്നെ ഫ്രണ്ട്സായി, അടിച്ചു പൊളിയായി, ഭയങ്കര എൻജോയ്മെൻ്റായി. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും താല്പര്യമില്ലാണ്ട് എൻ്റെ അമ്മച്ചി എന്നെ ജെറുസലേമിൽ ധ്യാനത്തിന് കൊണ്ടാക്കി. ധ്യാനത്തിൻ്റെ 3ാം ദിവസം തോന്നുന്നുണ്ട്, പട്ടത്തച്ഛൻ ആൾത്താരേന്ന് വചനം പറഞ്ഞതിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ട് ഞാൻ ബാക്കിലേക്ക് ഇറന്നു. എൻ്റെ അടുത്തേക്ക് എൻ്റെ അച്ഛൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, മോൻ ഈശോ ഒരുപാട് സ്നേഹിക്കേണ്ട കേട്ടോ, ഇത് ശ്രദ്ധിച്ചോളൂ, സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ തലാട്ടി. അച്ഛൻ പറഞ്ഞല്ലേ. 6 മാസം ഗംഭീര പ്രാർത്ഥനയും ജെറുസലേമിലും തന്നെയായിരുന്നു. അവിടുത്തെ ജൈനച്ചൻ വിളിക്കും, ഞാൻ പോവാറുണ്ട്. 6 മാസം കഴിഞ്ഞു, പിന്നെ ഫ്രണ്ട്സായി, അടിച്ചു പൊളി കാര്യങ്ങൾ. പലരും പലപ്പോഴും പറയടാ സൂക്ഷിച്ചോളൂ എന്നൊക്കെ. അങ്ങനെ 2012 എൻ്റെ 19ാമത്തെ വയസ്സിൽ കോതമംഗലം ഇന്ദിരാഗാന്ധി കോളേജിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ആഴ്ച വീട്ടിലേക്ക് വരും. ഒരാഴ്ച വീട്ടിലേക്ക് വന്നിട്ട് പിറ്റേ ദിവസം കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയതാണ്, പപ്പയുടെ പഴയ സ്റ്റാർ സിറ്റിയും കൊണ്ട്. അവിടെ ചെന്നപ്പോൾ വേറെ കൂട്ടുകാരൻ പുത്തം പൾസറും കൊണ്ട് വന്നേക്കണേ. പ്രായതല്ലേ, അടിച്ചു പൊളിച്ച് ജീവിക്കണം, നല്ല എൻജോയ്മെൻറ്റ് മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഞാൻ പൾസർ ഓടിപ്പിച്ചിട്ടുമില്ല. ആ ഒരാഗ്രഹം കൊണ്ട് സ്റ്റാർ സിറ്റി അവിടെ ഒതുക്കി വെച്ചിട്ട് കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് പൾസറിൻ്റെ താക്കോല് വാങ്ങി ആ പൾസറിൽ തന്നെ പോകാറുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടായിരുന്നു കേട്ടോ, ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോണ സമയത്ത് എൻ്റെ മൊബൈലിലൊരു കോള് വന്നു. അപ്പം എനിക്കെല്ലാം അറിയാം, ഞാൻ ചെയ്യേണ്ടതാണ് ശരി, എനിക്കെല്ലാം അറിയാവുന്നതുകൊണ്ടും വേറെ ആരും ഉദ്ദേശിക്കേണ്ട അങ്ങനത്തെ ചിന്തയുള്ളത് കൊണ്ട് ഒരഹങ്കാരം കൊണ്ട് ബൈക്ക് നിർത്തിയിട്ട് ഫോൺ എടുക്കാനുള്ള ക്ഷമയും ബുദ്ധിയൊന്നും പോയില്ല. ഇപ്പം എല്ലാവരും ചെയ്യണ പോലെ ഒരു കയ്യിൽ ഹാൻഡിൽ പിടിച്ച് മറ്റേ കണ്ടി ഞാൻ ഫോൺ എടുക്കാൻ നോക്കി, ബാലൻസ് കിട്ടിയില്ല. അമ്മിച്ചിയുടെ പോലെയാണ് ഞാനും, ഹൈറ്റ് കുറവായിരുന്നു, കാലെത്തിയില്ല. തൊട്ട് മുന്നിലെ ടേണിങ്ങിൽ ബൈക്ക് സ്കിഡ് ചെയ്ത് അടുത്തുണ്ടായിരുന്നൊരു പോസ്റ്റിലിടിച്ചു. അത്ര ഓർമ്മയുള്ളൂ. പിന്നെ ഓർമ്മ വരണത് ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പൾസറിൽ പോയി ഞാൻ വെന്റിലേറ്റർ അയച്ചു കിടക്കണം. എനിക്ക് ആകെ പേടിയായി. നെഞ്ചത്ത് വെന്റിലേറ്റർ ഉണ്ട്,
ശരീരം മൊത്തം ട്യൂബും വയറും കുറേ മെഷീനറി വെച്ചിട്ടുണ്ട്. തല അനക്കാൻ പറ്റണില്ല. തലയുടെ 2 സൈഡും സ്ക്രൂ ഇട്ട് വെയിറ്റ് കിട്ടുന്നുണ്ട്. ഒന്നും പറ്റണില്ല. ആകപ്പാടെ സങ്കടമായി. എന്താ ചെയ്യണ്ടേന്നറിയില്ല, എന്താ പറ്റിയെന്നറിയില്ല. അതിൻ്റെ ഇടയിൽ ഡോക്ടർമാരും നേഴ്സുമാരും പറയണത് കേട്ടു. ആക്സിഡൻറ്റിൽ നിഖിലിന് കാര്യമായിട്ട് വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അവൻ്റെ കഴുത്തിലെ 3 എല്ലൊടിഞ്ഞു. സ്പൈനൽ കോഡ് അതിൻ്റെ ഇടയിൽപ്പെട്ടു. കഴുത്തിന് താഴോട്ട് നിഖിലിൻ്റെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് തളർന്നു പോയി. ഇനി എത്ര ട്രീറ്റ് ചെയ്താലും എന്ത് ചെയ്താലും ഈ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കുള്ളൂ. ഒരു സെക്കൻഡ് പോലും അവൻ്റെ ശരീരത്തിൽ നിന്ന് വെന്റിലേറ്റർ മാറ്റാൻ പറ്റില്ല എന്ന് അവർ പറയുന്നുണ്ട്. ആകെപ്പാടെ സങ്കടമായി, ആകെ പേടിയായി. അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ ധൈര്യവും എല്ലാം പോയി. എനിക്കൊരു വഴിയില്ല. ഇപ്പം എന്തായാലും എന്നേക്കാളൊക്കെ പ്രായത്തിലൊക്കെ ഒരുപാട് അനുഭവമുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ. ഞങ്ങൾക്ക് മനസ്സിലാവും. 19 വയസ്സിൽ മുമ്പോട്ടൊരു വഴിയില്ല. ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു, കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാണ്ട് എൻ്റെ പപ്പയും സാധാരണ കുടുംബമാണ്. അധികം പൈസ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു കുടുംബത്തിന് ബാധ്യതയായിട്ട് ആകപ്പാടെല്ലാം അവസാനിച്ചു എന്ന് ഞാൻ വിചാരിച്ചു. ആ സമയത്ത് ഒറ്റയടിക്ക് തോന്നിയത് എല്ലാവർക്കും തോന്നണ പോലെ മരിക്കണം, ആത്മഹത്യ ഇനിയായിരുന്നു. കുറേ ആഗ്രഹിച്ചു എന്നല്ലാണ്ട് എനിക്ക് മരിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ കണ്ടാൽ മനസ്സിലാവില്ല. ആത്മഹത്യ ചെയ്യാൻ പോയിട്ട് മുഖത്തൊരു ഉറുമ്പ് കടിച്ചാൽ പോലും, ഒരു കൊതുക് വന്നാൽ പോലും എൻ്റെ അമ്മച്ചി ആരെങ്കിലും വരണം തട്ടിക്കളയാൻ. സ്വയം ഒരു വിരൽ പോലും അനക്കാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ. മരിക്കാൻ ആഗ്രഹമുണ്ട്, മരിക്കാനും പറ്റില്ല. ജീവിതത്തിലൊരു വഴിയും ഇല്ലാണ്ടായ സമയത്താണ് ആദ്യമായിട്ട് നമ്മുടെ കർത്താവിനെ ഞാനും വിളിച്ചത്. ഈശോയെ, തെറ്റ് പറ്റിപ്പോയി, ഞാൻ കൈവിടൽ ഈശോയെ. ഈ ഐസിയുവിൻ്റെ പുറത്തിരിക്കുന്ന എൻ്റെ അമ്മച്ചിക്കോ വല്യമ്മച്ചിക്കോ കുടുംബത്തിനോ ചേട്ടനോ ആർക്കും എന്നെ ട്രീറ്റ് ചെയ്യാൻ ഡോക്ടർമാർക്കോ നേഴ്സുമാർക്കോ അന്ന് വരെ കൂടി ഉണ്ടായിരുന്ന കൂട്ടുകാർക്കോ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല ഈശോയെ. എനിക്ക് മരിക്കാനും പറ്റില്ല ഈശോയെ, എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞു. ഒരുപാട് ഞാൻ കരഞ്ഞു. ആ വെന്റിലേറ്റർ വെച്ച് എൻ്റെ ലൈഫിൽ അന്ന് വരെ ഞാൻ ചെയ്തതും എനിക്ക് ഓർമ്മയുള്ള എല്ലാ തെറ്റും കർത്താവിന് ഞാൻ ഒരുപാട് ഞാൻ കരഞ്ഞാൻ പറഞ്ഞു. കൈവിടൽ ഈശോയെ എന്ന് പറഞ്ഞു. സുഭാഷിതം 28:13 വചനം പറയുന്നുണ്ട്, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റു പറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കുന്നു. 1 യോഹന്നാൻ 1:9 വചനം പറയുന്നുണ്ട്, നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്ത നീതിമാനുമാകിയാൽ എല്ലാ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ വിശദീകരിക്കുകയും ചെയ്യുന്നു. ചങ്ക് പൊട്ടി ഞാൻ കരഞ്ഞ് ഈശോയെ വിളിച്ചപ്പോൾ ആദ്യമായി ആ വെന്റിലേറ്റർ അയച്ചു വെച്ച് നമ്മളെ കർത്താവ് എൻ്റെ കൈ പിടിച്ചത്. അപ്പം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, എൻ്റെ ചെറിയൊരൊച്ച കേട്ടാൽ പോലും എൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന എൻ്റെ അമ്മച്ചിക്ക് എന്നെ മറക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് വേണ്ടി മരിച്ച കർത്താവിന് എന്നെ തള്ളിക്കളയാൻ പറ്റും. യേശയ്യാ 49:15-16 വചനം പറയുന്നുണ്ട്, മുല കൊടിക്കുന്ന കുഞ്ഞിനമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് ഉറപ്പെന്ന കർത്താവ് ആദ്യമായി ആ വെന്റിലേറ്റർ ഐസിയുയിൽ വെച്ച് എൻ്റെ കൈ പിടിച്ചപ്പോൾ അന്ന് അവസാനിച്ചു എൻ്റെ ലൈഫിലെ സങ്കടവും പരാതിയും വിഷമവും മരിക്കാനുള്ള ചിന്തയും എല്ലാ കാര്യങ്ങളും. യാബസിൻ്റെ പ്രാർത്ഥന ലൈവായിട്ട് കർത്താവ് കേട്ടു എന്ന് പറഞ്ഞ പോലെ എൻ്റെ പ്രാർത്ഥന കേട്ട കർത്താവ് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ജോസാൻ്റെ എന്ന അച്ഛനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു. അച്ഛൻ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് വന്നിരിക്കും, സംസാരിക്കും. കർത്താവിൻ്റെ സ്നേഹവും കരുണയും അവൻ്റെ കുരിശുമരണവും എല്ലാം അച്ഛൻ എനിക്ക് പറഞ്ഞു തരും. അച്ഛൻ്റെ ആ സംസാരത്തിനിടയിൽ അച്ഛൻ പറഞ്ഞ ബൈബിളിലെ 2 വചനാണ് തകർന്ന് തരിപ്പണായ മുമ്പോട്ട് ഒരു വഴിയില്ലാത്ത എൻ്റെ ജീവിതത്തെ ഒറ്റയടിക്ക്
മാറ്റാൻ തുടങ്ങിയത്. ആ വചനം സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. അതേപോലെ റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പത്തനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്ക് പരിണമിക്കുന്നു. അച്ഛൻ്റെ വാക്കും അച്ഛൻ്റെ വായി കേട്ട വചനം കേട്ടപ്പോൾ പലപ്പോഴും പണ്ട് ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഭയങ്കര ഒരു സന്തോഷം, ഒരു പ്രത്യാശയും എനിക്കുണ്ടായത്. അന്ന് അവസാനിച്ചു എൻ്റെ ജീവിതത്തിലെ സങ്കടവും പരാതിയും എല്ലാ കാര്യങ്ങളും. അതിന് ശേഷമാണ് ഞാനും ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ആ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ 13 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരിക്കൽ പോലും മരിക്കണം എന്നുള്ള ചിന്തയോ ആഗ്രഹമോ ആ ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. വേറെ ഒന്നല്ല, സംഗീതം 115:12. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടെ നമ്മ അനുഗ്രഹിക്കും. എൻ്റെ കൊച്ചൊരാവശ്യം പോലും ഞാൻ ചോദിക്കുന്നേക്കാൾ മുമ്പ് അറിഞ്ഞ് ചെയ്ത് അത്രയും കാര്യമായി എന്നെ പരിപാലിക്കുന്ന എൻ്റെ ചേർത്ത് പിടിച്ച കർത്താവ് എൻ്റെ കൂടെയുള്ളപ്പോൾ പിന്നെ നിലം മരിക്കുന്നത് ആ ഒരു വിശ്വാസത്തിലും ആ ഒരു പ്രത്യാശയിലുമാണ് ഇപ്പോഴും ഇത്ര സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഉറപ്പിലാണ് എന്നെ കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയുന്നത്. നമ്മുടെയൊക്കെ ലൈഫിലെ പല പ്രശ്നങ്ങളും മാറി മാറി വരും. രോഗം വരാം, കടം വരാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ജീവിത പ്രശ്നങ്ങളുണ്ടാവും, ജോലി ഉണ്ടാവും, കല്യാണം നടക്കണ്ടാവില്ല, അങ്ങനത്തെ പല പല പ്രശ്നങ്ങളുണ്ടാവും. എന്ത് പ്രശ്നം വന്നാലും ആരും പേടിക്കണ്ടടാ, നമ്മളാരും തനിച്ചല്ല. മത്തായി 28:20 പറഞ്ഞ പോലെ യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുന്ന ഉറപ്പ് എന്ന കർത്താവ് നമ്മുടെ കൂട്ടിയുണ്ട്. ചങ്കുപൊടി ഈശോയെ ഒരു വാക്ക് വിളിച്ച ഓടി വരുന്നവൻ്റെ ഒരു സ്നേഹം ഇപ്പോഴും നമ്മുടെ കൂടിയുണ്ട്. ആരും അത് മറക്കാണ്ട് പോലെയാടാ. നമ്മുടെ ലൈഫിലെ എത്ര വലിയ പ്രശ്നം വന്നാലും ആ പ്രശ്നങ്ങൾക്കെല്ലാം മതിയായവന് നമുക്ക് വേണ്ടി മരിച്ചുയർത്ത കർത്താവ്, നമുക്ക് വേണ്ടി റോമ 5:8 പറഞ്ഞ പോലെ നാം പാപികളായിരിക്കെ ക്രിസ്തു നമ്മെ പ്രതി മരിച്ചു. നമുക്ക് വേണ്ടി, നമ്മൾ അത്രമാത്രം പാപികളായിരുന്നിട്ടും നമുക്ക് വേണ്ടി മരിച്ചുയർത്ത കർത്താവിനെ നമ്മുടെ കൊച്ചു കാര്യങ്ങൾ ചെയ്തു തരാണ്ടിരിക്കാൻ പറ്റുമോ? അത്രമാത്രം കരുണയുള്ള, അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടിട്ട് ആരും മറക്കല്ലേ. പ്രത്യാശയുടെ സന്ദേശം വിളിച്ചോതുന്ന ഒരു ക്രിസ്മസാണ് നമ്മുടെ ലൈഫിൽ ഇനി വരാനുള്ളത്. എല്ലാവരും ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കല്ലേ. ക്രിസ്തു ഈ ഭൂമിയിൽ ചരിച്ചത് ലോകം മുഴുവനും സദ്വാർത്തയായിട്ടാണ്. അതേപോലെ നമ്മുടെ ലൈഫിലും ഒരു പ്രത്യാശ നമുക്കുണ്ടാവണം. ഈ കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ വിട്ടേക്ക്, എല്ലാം മാറ്റിവെച്ച് ഇനി മുമ്പോട്ടുള്ള ജീവിതം കർത്താവിനെ വിശ്വസിച്ച് ജീവിച്ച നമ്മുടെ ലൈഫിൽ എത്ര വലിയ തകർച്ച വന്നാലും നമ്മളെ താങ്ങി നിർത്താൻ നമ്മുടെ കർത്താവ് കൂടി ഉണ്ടാവും. അതേപോലെ ആ കർത്താവിനെ നമുക്ക് അനുഭവിക്കാൻ, കർത്താവിൻ്റെ സ്നേഹം ഒന്ന് അനുഭവിക്കാനായിട്ട് നമുക്ക് ഏറ്റവും വലിയ 2 എളുപ്പ വഴിയാണ്. ഒന്ന് പരിശുദ്ധ അമ്മ, 2 വചനം. ഈ 2 വഴി പോയാലും കർത്താവിനെ കൂടുതലായിട്ട് അനുഭവിക്കാനും ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കാനും നമുക്ക് പറ്റും. ഈ ഒരു കാലഘട്ടത്തിൽ കുറേ പേര് പരിശുദ്ധ അമ്മേനെ കളിയാക്കണവരാണ് കൂടുതലും. അമ്മയ്ക്ക് സ്ഥാനം അവർ കൊടുക്കണില്ല. പിതാവായ ദൈവം പോലും അമ്മേനെ കണ്ടത് അത്രയ്ക്കും പരിശുദ്ധിയായിട്ടാണ്. യേശു ക്രിസ്തു ആ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നമുക്ക് തന്നിട്ട് പോയ ഏറ്റവും വലിയ 2 ഗിഫ്റ്റാണ്. ഒന്ന് പരിശുദ്ധ അമ്മയും പരിശുദ്ധ ആത്മാവും. ആ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ സ്നേഹം
നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ വിട്ട് കർത്താവ് പോവില്ല. അമ്മ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് കർത്താവ് കൂടെ ഉണ്ടാവും. ആദ്യമൊന്നും മാതാവിലും കൊന്തയിലൊന്നും എനിക്കും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എൻ്റെ ജീവിതാനുഭവം തന്നെയാണ് പരിശുദ്ധ അമ്മയിലും കൊന്തയിലും എന്നെയും കൂടുതലായിട്ട് ഒന്നടുപ്പിച്ചത്. ആദ്യത്തൊരു 3 മാസം വെന്റിലേറ്ററേഴ്സ് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഡോക്ടർ എൻ്റെ അമ്മച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിഖിലിൻ്റെ ലങ്സിൻ്റെയൊക്കെ വർക്കിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കുക, ശ്വാസമൊക്കെ നിലച്ചു, മാക്സിമം ഒരു 10 ദിവസം കൂടിയൊക്കെ ഉണ്ടാവുള്ളൂ അവൻ ജീവനോടെ. ആ ബാക്കി 10 ദിവസമെങ്കിലും സന്തോഷമായിട്ട് അവന് ഒരു പോർട്ടബിൾ വെന്റിലേറ്റർ വെച്ച് നമുക്ക് റൂമിലേക്ക് മാറ്റാം. ബാക്കി 10 ദിവസമെങ്കിലും സന്തോഷമായിട്ട് അമ്മച്ചീനെയും പപ്പേനെയും കുടുംബക്കാരെയും എല്ലാവരെയും കണ്ടിട്ട് അവൻ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഒരു പോർട്ടബിൾ വെന്റിലേറ്റർ വെച്ച് എന്നെ റൂമിലേക്ക് മാറ്റി. ആ ഒരു സമയത്താണ് എൻ്റെ അമ്മച്ചിയുടെ ജീവിതാനുഭവം എനിക്ക് പറഞ്ഞു തന്നത്. വെന്റിലേറ്റർ വെച്ച് ഞാൻ കിടന്ന 3 മാസം എൻ്റെ അമ്മച്ചിയും എൻ്റെ വല്യമ്മച്ചിയും എൻ്റെ ചേട്ടനും എൻ്റെ ബന്ധുക്കളും അങ്ങനെ എല്ലാവരും ആ വെന്റിലേറ്റർ ഐസിയുടെ വാതിക്ക് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടെന്ന്. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടറിൻ്റെ അംശം വിളിച്ചിട്ട് പറഞ്ഞു, നിഖിലിൻ്റെ ശ്വാസമൊക്കെ നിലച്ചു തുടങ്ങി, ആ വെന്റിലേറ്റർ സപ്പോർട്ട് കൊണ്ട് മാത്രം അവൻ ജീവനോടിരിക്കുന്നത്, ഇനി കാശ് ചിലവാക്കിയിട്ടൊന്നും കാര്യമില്ല, അതും കൂടി എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവൻ മരിക്കും. 95% അവൻ്റെ എല്ലാം മരിച്ചു. ആ വെന്റിലേറ്റർ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, മരിക്കണേക്കാൾ മുമ്പ് അവസാനമായിട്ട് അവൻ്റെ പപ്പേനൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തോളാൻ പറഞ്ഞു. ആക്സിഡൻറ്റ് പറ്റി ആദ്യത്തെ 3 മാസം എനിക്ക് ഈ അവസ്ഥയാണെന്ന് പപ്പോട് പറഞ്ഞിരുന്നില്ല. ആക്സിഡൻറ്റ് പറ്റി എൻ്റെ കാലൊടിഞ്ഞു, കുറച്ച് ബുദ്ധിമുട്ടൊന്നും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ കൊണ്ടല്ല. എനിക്ക് ഫെബ്രുവരിയിൽ ആക്സിഡൻറ്റ് പറ്റി, ജനുവരിയിൽ പപ്പയ്ക്ക് അറ്റാക്ക് ഉണ്ടായി, ആൻറ്റിയോപ്ലാസ്റ്റി കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കാരണം പറഞ്ഞ ബുദ്ധിമുട്ടാവില്ലേ. പക്ഷെ ഡോക്ടർ പറഞ്ഞപ്പോൾ വഴിയൊന്നുമില്ല. പപ്പേനെ വിളിച്ച് പറഞ്ഞു, ആശുപത്രിക്ക് കൊണ്ടുവന്നു. എൻ്റെ വീട്ടിലെല്ലാം ശരിയാക്കിയിട്ട് എൻ്റെ ബോഡി കൊണ്ടുവരുന്നതെല്ലാം റെഡിയാക്കിയിട്ട് പപ്പേനെ ആശുപത്രിയിൽ കൊണ്ടുവന്നു. ആ വെന്റിലേറ്ററേഴ്സിൽ വന്ന് പപ്പയ്ക്ക് ഒരു ഉമ്മയും തന്നു പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സിൻ്റെ മുഖത്ത് തുണിയിട്ട് മൂടിയിട്ട് എൻ്റെ അമ്മച്ചേനെ വിളിച്ചിട്ട് പറഞ്ഞു വന്നു, ഇവിടെ കൂടിക്കണ എല്ലാവരും പറഞ്ഞയച്ചോ, എന്തെങ്കിലും മരിച്ചോ എന്ന് പറഞ്ഞു വന്നു. ആ വെന്റിലേറ്റർ ഐസിയിൽ മുമ്പിൽ വെച്ച് എൻ്റെ അമ്മച്ചി എൻ്റെ പപ്പേനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. പാവം, ഒരമ്മയ്ക്ക് സ്വന്തം മക്കൾ കൺമുമ്പിൽ മരിക്കുമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മച്ചി ഒരുപാട് എൻ്റെ പപ്പേനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന കൊന്ത എറിഞ്ഞ് കളഞ്ഞ് മാതാവിനോട് പറഞ്ഞു, ഇത്രയ്ക്ക് ഞാൻ നിന്നെ വിളിച്ചില്ലേ, ഇത്രയ്ക്ക് കരഞ്ഞു നിന്നെ ഞാൻ വിളിച്ചിട്ടും എൻ്റെ മോനെ തന്നില്ലല്ലോ, എൻ്റെ മോനെ തരാത്ത നിന്നെ ഒരിക്കലും വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മച്ചി ഒരുപാട് കരഞ്ഞു. എൻ്റെ അമ്മച്ചി പറഞ്ഞു, അവന് ആരോഗ്യമില്ലെങ്കിലും ജീവനോടെ തന്നാൽ മതി, ഞാൻ അവനെത്ര ബുദ്ധിമുട്ടായാലും നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മച്ചി ഒരുപാട് കരഞ്ഞു. എൻ്റെ അമ്മച്ചിയുടെ കണ്ണീരും വേദനയും പരിശുദ്ധ അമ്മ അപ്പം തന്നെ കണ്ടിട്ടുണ്ടാവും. പെട്ടെന്ന് എൻ്റെ അമ്മച്ചിയുടെ തോളിൽ ആരും തട്ടണ പോലെ തോന്നിയെന്ന്, മനസ്സിലാരോ പറയണ പോലെ തോന്നി, മോളെ പേടിക്കണ്ട, ആ കൊന്തയെടുത്ത് കയ്യിൽ പിടിച്ചു, നിൻ്റെ മോന് ഒരു കുഴപ്പമുണ്ടാവില്ല, അവനെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുന്ന് ആരും പറയണ പോലെ തോന്നിയെന്ന്. അപ്പം തന്നെ എൻ്റെ അമ്മച്ചി ആ കൊന്തയെടുത്ത് പിടിച്ച് വീണ്ടും മാതാവിനോട് കൊന്തെല്ലാം തുടങ്ങി. എൻ്റെ അമ്മച്ചിയും വല്യമ്മച്ചിയും ചേട്ടനും എല്ലാവരും ആ വെന്റിലേറ്റർ ഐസിയിൽ ഞാൻ മരിച്ചു കിടക്കുമ്പോഴും അവർ കൊന്തെല്ലാം തുടങ്ങി. രാത്രിയായി, ഒരു 9 മണി സമയമായപ്പോൾ പതിവില്ലാണ്ട് ഡോക്ടർ മോഹൻലാൽ സാറ് ICUവിൽ കയറി വരുന്നത് അവർ കണ്ടത്. സാർ ICUവിൽ കയറി വന്ന് പുറത്തിറങ്ങി വന്നിട്ട് എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, എന്താ സംഭവിച്ചെന്നറിയില്ല, സാറിന് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, മനസ്സിലാരോ പറയാ വേഗം പോയി നിക്കില്ല നോക്കുന്നത്. സാറ് വീട്ടിൽ നിന്ന് ICUവിൽ വന്ന് എൻ്റെ മുഖത്തെ തുടി മാറ്റി നോക്കിയപ്പോൾ മരിച്ചു എല്ലാം അവസാനിച്ചു പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാണ്ട്
ഇങ്ങനെ ചിരിച്ചട കാഴ്ച സാറ് കണ്ടത്. സാറ് എന്നിട്ട് അതിനുശേഷം പലപ്പോഴും എൻ്റെ റൂമിൽ വരുമ്പോൾ പറയും, തന്നിക്കില്ലേ നിന്നെ കാണുമ്പോൾ എൻ്റെ കൈ തരിക്കണ്ട്, എന്തിനാ ചെയ്യണ്ടെന്ന് അറിയില്ലടാ എന്ന് പറഞ്ഞിട്ട് സാറ് പറയും. എൻ്റെ അമ്മച്ചിയുടെ ആ ഒരു അനുഭവം എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനുശേഷമാണ് പരിശുദ്ധ അമ്മോട് എനിക്ക് ഭയങ്കര ഒരു സ്നേഹമായത്. എൻ്റെ അമ്മച്ചി അന്ന് ആ വെന്റിലേറ്റേഴ്സിൻ്റെ വാദിക്ക് മാതാവിനോടുത്ത വാക്ക്, എൻ്റെ മോനെ ജീവനോടെ തിരിച്ചു തന്ന സാധിക്കുന്ന എല്ലായിടത്തും അവനെ കൊണ്ടുപോയി നമ്മുടെ കർത്താവ് ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ സാക്ഷി കൊടുക്കാമെന്ന്. അതുകൊണ്ടും കൂടിയാണ് ഈ അൾത്താര വരെ എൻ്റെ ജീവിതം കർത്താവ് ഇങ്ങനെ നീട്ടി തന്നേക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ആ ഒരു അനുഭവത്തിൽ കൂടെ പിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമായി കൊന്തയിലും പ്രാർത്ഥനയിലൊക്കെ. പലരും എന്നെ വിളിച്ച് പ്രാർത്ഥന സഹായം പറയുമ്പോൾ ഭൂരിഭാഗം എല്ലാവർക്കും ഞാൻ ഓരോ വചനം പറഞ്ഞു കൊടുക്കും. അവരാ വചനം വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ കർത്താവ് ചെയ്തു കൊടുത്തായിട്ട് അവർ പറയാറുണ്ട്. ചില കാര്യങ്ങൾ പറയുമ്പോൾ നടക്കില്ല, ബുദ്ധിമുട്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ പലരും വിളിച്ച് പറയുമ്പോൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും കർത്താവ് ചെയ്ത് കൊടുത്തതായിട്ട് എനിക്ക് പറയാൻ അനുഭവങ്ങളുണ്ട്. എൻ്റെ ലൈഫിലുണ്ടായ ഒരു 6-7 വർഷം മുന്നേ ഉണ്ടായ ഒരു കാര്യം. എനിക്ക് സാധാരണ നിങ്ങളെല്ലാവരെയും പോലെ യൂറിൻ പാസ് ചെയ്യാനൊന്നും പറ്റില്ല. എൻ്റെ പൊക്കളിൻ്റെ താഴെ സർജറി ചെയ്ത് ഡയറക്റ്റ് ബ്ലാഡർക്ക് ട്യൂബ് ഇട്ടേക്കാം. ഞാൻ മരിക്കുന്ന ഉറപ്പായിപ്പോൾ ഡോക്ടർമാർ ട്യൂബ് തെറ്റി കയറ്റിയിട്ട് എൻ്റെ സ്കോട്ടം കട്ടായി ആകെ വൃഷ്ണം ബുദ്ധിമുട്ടൊക്കെ ആയിട്ടായിരുന്നു. അങ്ങനെയാണ് പൊക്കളിൻ്റെ താഴെ സർജറി ചെയ്ത് ട്യൂബ് ഇട്ടത്. ഒരു 8 വർഷം മുമ്പ് വീട്ടിൽ വെച്ച് എൻ്റെ വൃഷ്ണം പഴുത്ത് 3 സൈഡിൽ കൂടെ ബ്ലഡും പസ്സും യൂറിനും ലീക്കായി തുടങ്ങി. എൻ്റെ അമ്മച്ചി പല കാര്യങ്ങളും ചെയ്തു നോക്കി, ശരിയാവണില്ല. ഡോക്ടറോട് പറഞ്ഞിട്ട് സാറിനും അത്ര കാര്യമാക്കിയില്ല. ലാസ്റ്റ് എൻ്റെ അമ്മച്ചി എൻ്റെ ചേട്ടനോട് പറഞ്ഞു, എൻ്റെ മോൻ ഒരു വീഡിയോ എടുത്തിട്ട് ഡോക്ടർ കാണിച്ചു കൊടുക്കും, ഇപ്പം ഇവൻ്റെ അവസ്ഥ മനസ്സിലാവും, എന്നിട്ട് എന്താ ചെയ്യാൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ചേട്ടൻ വീഡിയോ എടുത്ത് ഡോക്ടറെ കാണിച്ചു കൊടുത്തു. വീഡിയോ കണ്ടിട്ട് 2 ഓപ്ഷനാണ് സാറ് പറഞ്ഞത്. ഒന്ന് റോബോട്ടിക് സർജറി, 8 ലക്ഷം രൂപ ചിലവ്, കോഴിക്കോട് മാത്രമേ ഉള്ളൂ. പക്ഷെ 98% സക്സസ് ആവില്ല, അത്രയ്ക്ക് മോശം അവസ്ഥ. വൃഷ്ണം പഴുത്തൊക്കെ ഇതായി, ആ കേക്കിലും ബ്രെഡിലും സ്റ്റിച്ചിട്ട് എങ്ങനെയാവും അതേപോലത്തെ അവസ്ഥയാണ്, വേണമെങ്കിൽ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞത് വൃഷ്ണം 2 പീസായി മുറിച്ചിടണം, തന്നെ പസ്സും യൂറിനും ബ്ലഡും പോയി തന്നെ ഉണങ്ങണമെങ്കിൽ ഉണങ്ങട്ടെ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് 2 ചെയ്യണമെങ്കിലും നാളെ പസ് എടുത്ത് കൾച്ചർ ചെയ്ത് റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ചേട്ടൻ വീട്ടിൽ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട എൻ്റെ അമ്മച്ചി പറഞ്ഞു, 2ഉം പറ്റില്ലടാ നമുക്ക്. ഒന്നാമത്തെ ഒരു 8 ലക്ഷം രൂപ വേണം, ചിലവാക്കിയാലും ഒരു ഗ്യാരണ്ടി ഇല്ല. രണ്ടാമത്തെ കാര്യം ഒട്ടും പറ്റില്ലടാ. എൻ്റെ മോനിപ്പോൾ 18 മാസം അഡ്മിറ്റായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ അത് മുറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങണ വരെ വീണ്ടും അഡ്മിറ്റ് ആവണം. എൻ്റെ മോന് വയറ്റിൽ നിന്ന് പോകണതൊന്നും അറിയില്ലല്ലോ. സർജറി ചെയ്ത് മുറിച്ചിട്ട് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവും, ആകെ ബുദ്ധിമുട്ടാവും. 2ഉം ചെയ്യാൻ പറ്റില്ലടാ. എൻ്റെ മോൻ മാതാവിനോട് പറയും, നീ അമ്മോട് പറഞ്ഞ അമ്മ നിന്നെ കൈവിടില്ലടാ എന്ന് പറഞ്ഞു. അന്ന് ആ രാത്രി ഞാൻ മാതാവിനോട് മനസ്സിൽ ഒരുപാട് ഞാൻ കരഞ്ഞിട്ട് പറഞ്ഞു, അമ്മ ആരും സഹായിക്കാനില്ല, അമ്മ ആരോടും പറയാനും ഇല്ല. ഡോക്ടർ ഇങ്ങനെ പറയുന്നത് 2 കാര്യം ചെയ്യാൻ പറ്റില്ല. ഒന്ന് 8 ലക്ഷം രൂപ വേണം, പക്ഷെ ഗ്യാരണ്ടി ഒന്നുമില്ല. രണ്ടാമത്തെ കാര്യം ഒട്ടും പറ്റില്ല അമ്മ. എൻ്റെ അമ്മച്ചിക്ക് പാവം, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളും ഉണ്ട്. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ പറ്റില്ല അമ്മ, ആകെ ബുദ്ധിമുട്ടും.
ആരോടും പറയാല്ലാത്തോണ്ട് കൈ വിടല്ല അമ്മയെന്ന് പറഞ്ഞിട്ട് ഒരു കൊന്ത ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. 101 ജപമാല ചൊല്ലി അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഒരു കൂട്ടായ്മ. ഒരു കൊന്ത ചൊല്ലി അത്രയ്ക്ക് സങ്കടത്തിൽ കൊന്തലിയിട്ട് ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മച്ചി എന്നെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്ത് ആ മുറിവിന്ന് പസ് എടുക്കാൻ നോക്കിയപ്പോൾ 8 ലക്ഷം രൂപ വരെ ചെലവാക്കിയാൽ നടക്കില്ല എന്ന് പറഞ്ഞ സർജറി 10 പൈസ ചെലവില്ലാണ്ട്, ഒരു പാരസിറ്റാമോൾ ഗുളിക പോലെ ആവശ്യമില്ലാണ്ട്, ഒരു പാട് പോലും കാണാണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ നമ്മുടെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു തന്നു. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഒരമ്മ നമ്മുടെ കൂടെയുണ്ട്. സ്വന്തം മക്കളുടെ എല്ലാ സങ്കടം മനസ്സിലാവുന്നത് ആദ്യം അമ്മയ്ക്ക്. അത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്ന ഒരു അമ്മേനെയാണ് ഈശോ കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ തന്നിട്ട് പോയത്. പരിശുദ്ധ അമ്മ ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ സഹിച്ച എല്ലാ വേദനകളും പീഡകളും സ്വന്തം മനസ്സിൽ സ്വന്തം ഹൃദയത്തെ സഹിച്ചത്. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഒരു അമ്മ നമുക്കുണ്ട്. നമ്മുടെയൊക്കെ ലൈഫിൽ എന്തു വലിയ പ്രശ്നം വന്നാലും ആ കഴുത്തിലെ കൊന്തൂരി അമ്മോട് പറയും. അമ്മ പറയുന്ന ഒരു കാര്യവും നമ്മുടെ കർത്താവ് കാണാണ്ട് പോയില്ല. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കർത്താവ് നമുക്കതെല്ലാം ചെയ്തു തരും. എല്ലാവരും പ്രാർത്ഥിക്കുന്ന ആൾക്കാരല്ലേ? പ്രാർത്ഥിക്കാറില്ലേ? പ്രാർത്ഥിച്ചിട്ട് എല്ലാം കിട്ടാറുണ്ടാവും? ഉണ്ടാവില്ലേ? എനിക്കും കിട്ടിയിട്ടില്ല. കിട്ടിയില്ലെങ്കിലും നമ്മൾ ആ കർത്താവിനെ മറക്കരുതിട്ട. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവിനെ ഒരിക്കലും മറക്കരുത്. തന്നില്ലെങ്കിലും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഫിലിപ്പ് 1:29 വചനം പറയുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി അവൻ സഹിക്കാനുള്ള അനുഗ്രഹം അവനെ പ്രതി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സഹിച്ചാൽ അതിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, പല കാര്യങ്ങളും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും എൻ്റെ പപ്പ, ഒരു കുഴപ്പമില്ലാത്ത പപ്പ, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം 2022 മെയ് മാസം കഴുത്തിലൊരു മുഴ വന്നു, സർജറി ചെയ്തു. ജൂലൈയിൽ ഇൻഫെക്ഷനായി, വീണ്ടും സർജറി ചെയ്തു. 2023 ഫെബ്രുവരിയിൽ പപ്പ ഞങ്ങളോട് കർത്താവിൻ്റെ അടുത്തേക്ക് പോയി. 2ാമത് സർജറി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് പപ്പയ്ക്ക് ക്യാൻസറാണ്, 4th സ്റ്റേജാണെന്ന് പറഞ്ഞത്. പല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും 2023 ഫെബ്രുവരിയിൽ പപ്പ ഞങ്ങളെ വിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് പോയി. പലരും ഞങ്ങളെ കളിയാക്കി, വീട്ടിൽ വന്നവരും കളിയാക്കി, പലരും കളിക്കടാ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാകും, എൻ്റെ അവസ്ഥ ഇങ്ങനെ, എൻ്റെ പപ്പയ്ക്ക് ഇപ്പോൾ ക്യാൻസർ, എൻ്റെ പപ്പ മരിക്കുകയും ചെയ്തു, വല്ല കാര്യം ഉണ്ടോ എന്ന്. പ്രാർത്ഥിച്ചാലും നമുക്ക് പ്രശ്നം വരും, പ്രാർത്ഥിച്ചില്ലെങ്കിലും നമുക്ക് പ്രശ്നം വരും. പക്ഷേ പ്രാർത്ഥിച്ചിട്ട് നമുക്കൊരു പ്രശ്നം വന്ന കുരിശ് നമ്മുടെ തോളിലെ കർത്താവ് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ കുരിശിൻ്റെ തൊട്ടപ്പുറത്തെ തലയ്ക്ക് നമ്മുടെ കർത്താവും കൂടി ഉണ്ടാവും. പ്രാർത്ഥിച്ചിട്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ താങ്ങി നിർത്താൻ നമ്മുടെ കർത്താവ് കൂടി ഉണ്ടാവും. യെശയ്യാ 41:10 വചനം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുന്നു. എൻ്റെ പപ്പ മരിച്ച് പപ്പേനെ ഹാളിൽ പപ്പയുടെ ബോഡി കിടത്തിയപ്പോൾ കുറേ പേര് ഞങ്ങളെ കളിയാക്കി, വല്ല കാര്യമുണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വന്ന ഭൂരിഭാഗം എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഈ വിധു മരണം ഇവിടെയായിട്ട് തോന്നിയിട്ടില്ല, കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യം ഈ ഒരു ഭവനത്തിലുണ്ടെന്ന്. എൻ്റെ പപ്പയ്ക്ക് ഒപ്പീസിലാൻ മാത്രം 18ഓളം അച്ഛന്മാരാണ് പല സമയത്തും മാറി മാറി വന്ന്
എൻ്റെ പപ്പയ്ക്ക് വേണ്ടി ഒപ്പീസ് ചെയ്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. പപ്പയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും. പപ്പ മരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പക്ഷെ എല്ലാം നടത്തിയത് ആ കർത്താവ്. ഫെബ്രുവരി 14 പപ്പ മരിച്ചത്. ഫെബ്രുവരി 13 പപ്പയുടെ കണ്ടീഷൻ വളരെ മോശമായിപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പപ്പ എന്നോട് 2 ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും എന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. ഒരു കാര്യം, എല്ലാവരും കൂടി വേളാങ്കണ്ണിക്ക് പോകണമെന്ന്. പപ്പയ്ക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടും റൈസ് ട്യൂബ് ഇട്ടിരിക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു കുറച്ച് പോകാൻ പപ്പ, ഈ റൈസ് ട്യൂബൊക്കെ മാറ്റിയിട്ട് പോവാമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, പെട്ടെന്ന് പറ്റുന്നതല്ല. ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്നത്. ഞാൻ മരിക്കണേക്കാൾ മുമ്പ് എനിക്കൊരു വീട് വാങ്ങിച്ചാലോ എന്ന് ചോദിച്ചു. രണ്ടെന്നെ കൊണ്ട് പറ്റുന്നതല്ല. ഈ 13 എനിക്ക് ആകെ സങ്കടമായി. എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി പപ്പ പറഞ്ഞ 2 ആഗ്രഹവും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. എനിക്കൊരു ആഗ്രഹം ഉണ്ട് അമ്മച്ചി. അപ്പം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മരിക്കും. മരിക്കണേക്കാൾ മുമ്പ് അവസാനമായിട്ട് ഒരു 5 അച്ഛന്മാരുടെ ബ്ലെസ്സിങ് നമ്മുടെ പപ്പയ്ക്ക് കൊടുക്കണം. എന്നിട്ട് പപ്പ മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. എന്തിനാ ചെയ്യാന്ന് ചോദിച്ചു. എൻ്റെ അമ്മച്ചി പറഞ്ഞു, എൻ്റെ അമ്മ പ്രാർത്ഥിക്കും, അച്ഛന്മാരൊക്കെ തിരക്കാരിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ കട്ടിലിൻ്റെ നേരെ ഈശോയുടെ മുൾക്കിരീടം വെച്ച രോഗികളുടെ നാഥൻ്റെ ഒരു ചിത്രമുണ്ട്. ഞാൻ വെന്റിലേറ്റർ അയച്ചു എൻ്റെ നിസ്സഹായാവസ്ഥയിൽ ആദ്യമായിട്ട് കർത്താവിനെ കരഞ്ഞ് വിളിച്ചപ്പോൾ ചുമരിൽ തെളിഞ്ഞ് കണ്ടതാണ്. അതൊരു 2014 ഞാൻ ധ്യാനത്തിന് പോയപ്പോൾ അവിടുത്തെ ഒരു ആൻറ്റിക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചെന്താ. ആ കർത്താവിനോടാണ് എൻ്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറയാറ്. ഞാൻ ആ കർത്താവിന് വിടും, ഈശോയെ പപ്പ മരിക്കാറായി, എനിക്കറിയാലോ. പപ്പ പറഞ്ഞ 2 ആഗ്രഹവും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. അവസാനമായിട്ട് എനിക്കൊരാഗ്രഹമുണ്ട്. ഒരു 5 അച്ഛന്മാരുടെ ബ്ലെസ്സിങ് ഞങ്ങളുടെ പപ്പയ്ക്ക് കൊടുക്കണം. കൈവിടൽ ഈശോയെ എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് 11 മണി കഴിഞ്ഞപ്പോൾ ആളൂർ BLM നിക്സൺ അച്ഛൻ ഫോൺ വിളിച്ചു. അമ്മച്ചി ഫോൺ എടുത്തു, എൻ്റെ മേത്ത് സ്പീക്കർ ഓണാക്കി വെച്ച് തന്നു. അച്ഛൻ ഫസ്റ്റ് തന്നെ വെച്ചു, ഇടാ എനിക്കില്ല, നീ വീട്ടിലില്ലെന്ന് വെച്ചു. ഉണ്ടച്ചാന്ന് പറഞ്ഞു. പപ്പയ്ക്ക് വേണ്ടി തീരെ വയ്യച്ചാന്ന് പറഞ്ഞു. നീ പേടിക്കണ്ടാടാ, 12 മണി കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വരാം, നമുക്ക് പ്രാർത്ഥിക്കാം. 12 മണി കഴിഞ്ഞപ്പോൾ നിക്സൺ അച്ഛൻ വീട്ടിലേക്ക് വന്നു. എല്ലാവരും കൂടി വന്നു, പ്രാർത്ഥിച്ചു, കരണ്ടക്കൊന്ന് ചെല്ലി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നോബി അച്ഛൻ ഫോൺ വിളിച്ചു. 3 വർഷമായിട്ട് എൻ്റെ വാട്സപ്പും നമ്പറും ഒക്കെ ബ്ലോക്ക് ചെയ്ത ആൾ ഫോൺ വിളിച്ചു. എൻ്റെ അമ്മച്ചി ഫോൺ എടുത്ത് എനിക്ക് തന്നു. അച്ഛൻ ഇപ്പോഴും ഉണ്ടോയെന്ന് ചോദിച്ചു. അച്ഛൻ സോറി ഇടണമെങ്കിലേ എനിക്ക് തെറ്റി പറ്റിപ്പോയി, ഞാൻ പേടിച്ചിട്ടാണ് നിൻ്റെ നമ്പറും വാട്സപ്പൊക്കെ ബ്ലോക്ക് ചെയ്തതെന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല, അച്ഛൻ നല്ല കമ്പനിയായിരുന്നു. 3 വർഷം മുന്നേ അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റി, കാർ ആക്സിഡൻറ്റ് പറ്റി. 6 മാസം കോമ സ്റ്റേജിലായിരുന്നു. ഓർമ്മ വന്നപ്പോൾ ആദ്യം ഓർത്തത് എൻ്റെ മുഖമാണ്. അച്ഛനാകെ പേടിയായി. നിൻ്റെ അവസ്ഥയായി കഴിഞ്ഞാൽ എന്നെ ആരും നോക്കും, ഞാൻ എങ്ങനെ ജീവിക്കാമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പേടിയായിടാ. അത് കാരണമാണ് നിൻ്റെ നമ്പറും വാട്സപ്പും ഞാൻ ബ്ലോക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞു, നന്നായി വെച്ചാൽ അച്ഛൻ പറഞ്ഞാ സോറിയടാ, തെറ്റ് പറ്റി പോയി, എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. അച്ഛൻ വീട്ടിലേക്ക് വന്നു, പപ്പയുടെ കാര്യം കണ്ടു, പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കരണ്ടൊക്കെ ഒന്ന് തരി. കുറച്ച് കഴിഞ്ഞപ്പോൾ 9-ാം തീയതി ഒന്ന് ചാർജ് എടുത്താൽ വികാരിച്ചൊരാഗ്രഹം എന്നെ കാണണം. അച്ഛൻ വന്നു, പപ്പയുടെ കാര്യം കണ്ടു, പ്രാർത്ഥിച്ചു, കരണ്ടൊക്കെ ഒന്ന് തെല്ലി പോയി. 4 മണി കഴിഞ്ഞപ്പോൾ പട്ടത്തച്ഛൻ ഫോൺ വിളിച്ചു. നിഖിലടാ ഇവിടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ. പപ്പയ്ക്ക് ഞാനുണ്ട്, തീരെ വയ്യച്ചാന്ന് പറഞ്ഞു. നീ പേടിക്കണ്ടാടാ, 5 മണിക്ക് ഞാൻ കുർബാനയ്ക്ക് കയറണുണ്ട്, 6:30 ഞങ്ങൾ നിൻ്റെ വീട്ടിലുണ്ട്, കുർബാനയ്ക്ക് കൊണ്ടുവന്ന് പപ്പ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല അച്ഛൻ, പപ്പ സ്വീകരിക്കില്ല, വെള്ളം പോലും ഇറക്കണില്ല എന്ന് പറഞ്ഞു. എൻ്റെ അമ്മച്ചി പറഞ്ഞു, അച്ഛൻ കൊണ്ടുവന്നു സ്വീകരിക്കുന്നു. 6:30 പട്ടത്തച്ഛനും എല്ലാവരും വീട്ടിലേക്ക് വന്നു. പപ്പയ്ക്ക് കുർബാനയ്ക്ക് കൊടുത്തു, പ്രാർത്ഥിച്ചു, കരണ്ടൊക്കെ ഒന്ന് തെല്ലി. കുറച്ച് കഴിഞ്ഞപ്പോൾ ജോസാൻ്റെ അച്ഛനും വന്നു, പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കരണ്ടൊക്കെ ഒന്ന് ചെല്ലി. പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മച്ചി പപ്പേനെ കുരിശ് വരച്ച്
സന്തോഷമായി. പപ്പ ഒന്ന് രണ്ട് പേരെ, എൻ്റെ വെല്ലുമിച്ചീനെയും അങ്ങനെ ഒന്ന് രണ്ട് പേരെ കാണണം എന്ന് പറഞ്ഞു. എല്ലാവരും വിളിച്ച് കാണിച്ചു കൊടുത്ത് എൻ്റെ അമ്മച്ചി പപ്പയുടെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് പപ്പയോട് പറഞ്ഞു, ഈ ചേട്ടൻ പൊക്കോളാൻ പറഞ്ഞപ്പോൾ പപ്പ കണ്ണടച്ചു. ഞാൻ 41 അത് കഴിഞ്ഞു. 41-ൻ്റെ അന്ന് ജോസാൻ്റെ അച്ഛനോടാണ് ഞങ്ങൾ കുർബാനയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാം റെഡിയാക്കി എന്നെ ആംബുലൻസിലേക്ക് എടുത്ത് കയറ്റും. എൻ്റെ യൂറിൻ ബ്ലോക്കായി. തിരിച്ച് വീണ്ടും അകത്തേക്ക് കിടത്തി, ട്രൗസറൊക്കെ മാറ്റി വീണ്ടും ആംബുലൻസ് കയറ്റി. വീണ്ടും യൂറിൻ ബ്ലോക്കായി. ലാസ്റ്റ് എൻ്റെ അമ്മച്ചി പറഞ്ഞു, ബാക്കി എല്ലാവരും പൊക്കോ, ഞാൻ ഇവനെയും കൊണ്ട് കുറച്ച് നേരം പോരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മച്ചിയും ഞാനും ദീപു ചേട്ടനും കൂടി പള്ളിക്ക് പോയി. ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നെ പള്ളിക്ക് കയറുമ്പോൾ 5 അച്ഛന്മാരിന്ന് പപ്പയ്ക്ക് വേണ്ടി കുർബാനയിലാണ്. ആകെപ്പാടെ സങ്കടമായി. ഈ കലച്ചലും ഒന്ന് പള്ളിയത്ത് വെച്ച് എൻ്റെ അമ്മച്ചൻ്റെ തോളി തട്ടിയിട്ട് എൻ്റെ ചെവിയിൽ, എൻ്റെ മോൻ പേടിക്കണ്ട, 5 പേരല്ല നീ ചോദിച്ചത്, കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പള്ളിയകത്ത് കയറി. പ്രസംഗത്തിനിടയിൽ ജോസാൻ്റെ അച്ഛൻ പറഞ്ഞു, അച്ഛൻ മാത്രമാണ് കുർബാനയ്ക്ക് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചേന്ന്. ജോസാൻ്റെ അച്ഛൻ പള്ളിക്ക് വരുമ്പോൾ രഞ്ജിത്തച്ഛനും ആൻ്റണി അച്ഛനും സിജോ മുരിങ്ങത്തേരി അച്ഛനും നോബി അച്ഛനും പള്ളിയിൽ ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായിട്ട് കണ്ടായിരുന്നു. എന്ന് നിഖിലിൻ്റെ പപ്പയുടെ കുർബാനയല്ലേ, ഞങ്ങൾ കയറണ്ടെന്ന് പറഞ്ഞിട്ട്. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ആ കർത്താവിൻ്റെ ആ വലിയൊരു സ്നേഹം മറന്നു പോവല്ലേ. ചില 10 കാര്യം കിട്ടിയിട്ടേ 11ഓ 12ഓ കാര്യം കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ കർത്താവിനെ മറന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വെറുതെയാവും. 1 Corinthians 15:19 വചനം പറയുന്നുണ്ട്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാര്. നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ കർത്താവിനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരിക്കലും സക്സസ് ആവില്ല കേട്ടോ. 1 യോഹന്നാൻ 4:17 വചനം പറയുന്നുണ്ട്, വിധി ദിനത്തിൽ ആത്മധൈര്യം പ്രാപിക്കേണ്ടതിന് സ്നേഹം നിങ്ങളിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ ഇന്ന് നാം അവനെ പോലെ ആകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കി, ഇന്ന് ഈ രാത്രി കർത്താവ് വന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ പോവാൻ പറ്റുമെന്ന് ഉറപ്പുള്ള എത്ര പേര് ഈ കൂട്ടത്തിലുണ്ട്? നല്ല ഉറപ്പുണ്ടാകും. ആ ഒരു ഉറപ്പ് വേണം കേട്ടോ. ഏതു സമയത്തും നമ്മുടെ കർത്താവ് വരാം. മത്തായി 24:42 കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കും. ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടം കൂടെ എല്ലാം കിട്ടിയിട്ടും, ഈ ഭൂമിയിൽ എല്ലാം കിട്ടിയിട്ടും കർത്താവ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റു. ഈ കിട്ടിയതൊക്കെ വെറുതെ ആയി പോകും. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ വിട്ടിട്ട് ഇന്ന് മുതലേ നമ്മുടെ ജീവിതം കർത്താവിനെ പ്രതി ജീവിക്കാൻ ഒന്നും ആലോചിച്ചോളൂ. 2 Corinthians 5:15 വചനം പറയുന്നുണ്ട്, മുന്നോട്ടുള്ള ജീവിതം നിങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്ത യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചു. 1 Corinthians 6:20 വചനം പറയുന്നുണ്ട്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. സ്വന്തം ചോര കൊടുത്ത് ചങ്ക് പറിച്ചു തന്ന് നമ്മളെ വാങ്ങിച്ചത് നമ്മുടെ കർത്താവ്. നമ്മുടെ ഈ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം കർത്താവ് ചെയ്തില്ലെങ്കിൽ ഈ ജീവിതം വെറുതെ. എഫേസ്യർ 2 വചനം പറയുന്നുണ്ട്, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. ക്രിസ്തുവിനെ പ്രതി നാം എന്തെങ്കിലും ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലം നമ്മുടെ കർത്താവ് നമുക്ക് തരും. ആ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്
ഞാൻ അവസാനിപ്പിക്കുകയാണ്. പണ്ടൊന്നും എനിക്ക് പറഞ്ഞതിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അനുഭവിച്ച കർത്താവിനെ എന്ന് മുതൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ ലൈഫിലെ ഒരു കാര്യം പോലും എനിക്ക് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ചോദിക്കണേക്കാൾ മുമ്പ് നമ്മുടെ കർത്താവ് അറിഞ്ഞ് ചെയ്തു തരുന്നുണ്ട്. മത്തായി 6:30 പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുകയും മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഒരു 5-6 വർഷം മുന്നേ ഒരു കുഴപ്പമില്ലാത്ത എനിക്ക് വീട്ടിൽ വെച്ച് ഭയങ്കര പനി, രക്ഷയില്ലേ. ഞാൻ ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു യൂറിനൽ ഇൻഫെക്ഷനാണ്, ഭയങ്കര കൂടുതലാണ്. 7 ദിവസം അഡ്മിറ്റായി 3 നേരം ആൻറ്റിബയോട്ടിക് എടുക്കണം, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ അഡ്മിറ്റായി ആദ്യത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ്, 2 നേഴ്സുമാർ ഭയങ്കര സന്തോഷത്തിൽ ഓടി റൂമിൽ വന്നേക്കാം. നിഖിലേ, നീ വന്നാ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിന്നൊന്ന് കാണണം എന്ന് ആഗ്രഹിച്ചിട്ട്. എൻ്റെ ചേച്ചി എന്തോ സ്നേഹം ഉണ്ടെങ്കിലും ഇതേപോലെ പ്രാർത്ഥിച്ചിട്ടാണ്. ഇതൊരു മാതിരി ചതിയണത്. ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാം, എൻ്റെ ഫോൺ നമ്പർ ഉണ്ടല്ല, ഇതേപോലെ ഒന്ന് പ്രാർത്ഥിക്കല്ലേ എന്ന് പറഞ്ഞു. പോട്ടെ ചേച്ചി, എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചേ? ഇത്ര മാത്രം കാണാനായിട്ട്? അല്ലടാ, വേറൊന്നല്ല. ഒരു ഭാര്യയും ഭർത്താവും ഐസിയുവിൽ കിടക്കേണ്ടതാണ്. അവർ തല്ലുകൂടി വിഷം കഴിച്ചേക്കാം. അവർ പറയുന്നത് ഡൈവോഴ്സ് ചെയ്യണമെന്ന്. അപ്പം നിന്നൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. ഞങ്ങൾ വലിയ ഉപകാരം, എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞു. 3-ാമത്തെ ദിവസമായി. 3-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ഈ ചേട്ടനെയും ചേച്ചീനെയും ICUന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓർമ്മ വന്നപ്പോൾ ICUവിൽ രണ്ടുപേരും തീരുമാനം എടുത്തു, ഇനി ഒന്നിച്ച് ജീവിക്കില്ല, ജീവിതം അവസാനിപ്പിക്കുകയാണ്, ഡൈവോഴ്സാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ICUന്ന് ഒരു റൂം എടുക്കണതിന് പകരം 2 റൂം എടുത്തിട്ട് ഞങ്ങൾ കിടന്ന റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തും ഇപ്പുറത്തും 2 പേരും റൂം എടുത്ത് കിടന്നു. പിന്നെ ചേച്ചിമാർ പോയിട്ട് പറഞ്ഞു, ഇവർ 2 പേരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഡൈവോഴ്സ് ചെയ്യാൻ പോവല്ലേ, 2 റൂമൊക്കെ എടുത്തല്ലേ. അതിനേക്കാളും മുന്നിൽ ഇത് തൊട്ട് മുന്നിൽ ഒരു പയ്യനുണ്ട്, അവനെയും അവൻ്റെ അമ്മച്ചിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഡൈവോഴ്സ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ആ ചേട്ടനും ചേച്ചിയും കൂടി മനസ്സില്ലാ മനസ്സോടെ ഞങ്ങളുടെ റൂമിലേക്ക് വന്നു. ഞാൻ ചിരിച്ചു, എന്താ പറ്റിയെന്ന് വെച്ചു. അവരൊന്നും മിണ്ടിയില്ല. കുറേ വെച്ചു, എന്തിനാ വെറുതെ മരിക്കാൻ നോക്കിയത്, വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ചേട്ടൻ പറഞ്ഞു, ഞങ്ങൾ തല്ലുകൂടിയപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല, സങ്കടമായി. നേരെ വീട്ടിലുണ്ടായിരുന്ന കുരുട്ടൻ കലക്കി ചേച്ചി കുടിച്ചു. ചേച്ചി കുടിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടന് പേടിയായി. ഇവള് മരിച്ച പോലീസ് കേസാവും, കിട്ടിയാവും, അതിലും ഭേദം ഞാനും ചാവാന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളത് കലക്കിയിട്ട് ആ പൊട്ടനെ കുടിച്ചു. നല്ല ചോദിച്ചു, നമ്മ ശരി ചേട്ടാ. അപ്പം നിങ്ങളാരാ ആശുപത്രി കൊണ്ടുവന്നത്? അതാണ് വേറെ രസം. 3 വയസ്സും 5 വയസ്സായ 2 പിള്ളേരുണ്ട്. ഇവർ 2 പേരും കൂടി വായയിൽ വിരലിട്ട് ഛർദ്ദിപ്പിച്ച് റോട്ടിൽ ഇറങ്ങിയ ആൾക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ടാണ് ആശുപത്രി കൊണ്ടുവന്നത്. ഇവരെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചിയും ഞാനും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ റൂമിൽ വെച്ച് 2 പേരും കെട്ടിപ്പിടിച്ചിട്ട്, നിഖിലേ, ഈ ഒരവസ്ഥയിൽ നിന്നെ കർത്താവ് ഇത്രയും നോക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ കുടുംബത്തെ ഇത്രയും താങ്ങി നിർത്തുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഇനി ആത്മഹത്യ ചെയ്യാനോ ഡൈവോഴ്സ് ചെയ്യാനും പോയില്ലടാ, ഞങ്ങളുടെ മക്കളെ നോക്കി ഞങ്ങൾ ജീവിച്ചോളാന്ന് പറഞ്ഞിട്ട് 2 പേരും കെട്ടിപ്പിടിച്ച് അവരങ്ങോട്ട് പോയി. ഇവർ പോയി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ 3-ാമത്തെ ദിവസമാട്ടാ ചിരിച്ച് റൂമിൽ കയറി വരാൻ. ഞാനും ചിരിച്ചു. ഇതിലെങ്ങനെ ഉണ്ടാ, കുഴപ്പമില്ല സാറേ എന്ന് പറഞ്ഞു. അന്ന് ഡിസ്ചാർജ് ചെയ്താലോ, നീ വീട്ടിൽ പോയി കൊളാൻ.
2 ദിവസം മുന്നേ 7 ദിവസം അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞ മനുഷ്യനാട്ടാ. ഞാൻ പറഞ്ഞു സാറേ എന്താ അങ്ങനെ? അല്ലടാ എനിക്ക് കുഴപ്പമൊന്നുമില്ലേ, നീ ഗുളിക ആക്കിക്കോ, നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിൽ. ആ കർത്താവിനെ അവർക്കൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുഴപ്പമില്ലാത്ത തന്നെ കർത്താവ് ഒക്കെ കൊണ്ടുപോയത്. ഡിസ്ചാർജ് ചെയ്യണ സമയത്ത് ആ നേഴ്സ് ചേച്ചിമാർ 2 പേരും വന്നു. ചേച്ചി അറിയാണ്ട് പോലും ഇനി പ്രാർത്ഥിക്കരുത് കേട്ടോ, കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വീട് ചെയ്യാരത്താണ്, ഫോൺ നമ്പർ ഉണ്ട്, വിളിച്ചിട്ട് അങ്ങോട്ട് വന്നു, ഇങ്ങോട്ട് നേരം പ്രാർത്ഥിക്കണം. അതേപോലെ പലർക്കും നമ്മുടെ കർത്താവിനെ പകർന്നു കൊടുത്തതിന് ശേഷം എൻ്റെ ലൈഫിലെ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ടി വന്നിട്ടില്ല. ഒരു കാര്യം കൂടി, അതേപോലെ 2020 ഒരു കാര്യം, ഇതേപോലെ ഒരു ദിവസം രാത്രി ഒരു 11:30 സമയത്ത് ഒരു ചേച്ചി ഫോൺ വിളിച്ചേക്കാം എറണാകുളത്തുനിന്ന്. കാര്യം മനസ്സിലായില്ലേ? എന്താ പറ്റിയെന്ന് ചോദിച്ചു. ആദ്യം വിളിക്കാൻ എന്താ? ആ ചേച്ചി പറഞ്ഞ കാര്യം, ചേച്ചി ക്രിസ്ത്യാനിയാണ്, ഭർത്താവ് ഹിന്ദു ആയിരുന്നു, 2 പേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചു, കുടുംബക്കാരുടെ സപ്പോർട്ടൊന്നുമില്ല. അങ്ങനെ എറണാകുളത്തൊരു വാടക വീട്ടിൽ താമസിക്കുകയാണ്. വാടകയ്ക്ക് ഒരു കടയിൽ നടത്തണുണ്ട്. ആ ഒരു സമയത്ത് കൊറോണയിൽ ഭർത്താവ് പോയി. 2-3 മക്കളുണ്ട്. ഭർത്താവ് പോയി കഴിഞ്ഞു, വാടക കൊടുക്കാൻ പറ്റണില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ വീട്ടുടമസ്ഥനും കടയുടെ ഉടമസ്ഥനും പറഞ്ഞു, ഇത് നിങ്ങൾ താമസിക്കേണ്ട, ഇത് ഒഴിഞ്ഞു തരണം, ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു. വേറൊരു വഴിയില്ല, നിവർത്തിയില്ല, ജീവിക്കാനും ബന്ധുക്കളും ആരുമില്ല. അങ്ങനെ അത് രാത്രി ചേച്ചി ഐസ്ക്രീമിലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് വിഷം കൊടുത്തു. മക്കൾക്കും വിഷം കൊടുക്കാം, ചേച്ചിക്കും വിഷം കഴിച്ച് മരിക്കാമെന്ന് വിചാരിച്ചു. എല്ലാം റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം ചേച്ചിക്ക് തോന്നി എന്തായാലും ചാവാൻ പോവാ. ചാവാൻ പോണേക്കാളും മുന്നിൽ കുറച്ച് നേരം ഒന്ന് ഫേസ്ബുക്ക് നോക്കാൻ. ഫേസ്ബുക്ക് ഓണാക്കിയപ്പോൾ 2019 പോട്ട കൺവെൻഷന് ഞാൻ പോയ ഒരു വീഡിയോ കിടക്കണ്ടായിരുന്നു. എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തോന്നി എന്തായാലും ഇത് കണ്ടിട്ട് ചാവാം. ആളാ വീഡിയോ മുഴുവൻ കണ്ടു. വീഡിയോ കണ്ടപ്പോൾ എവിടെയോ ഏതോ ഒരു വാക്ക് ചേച്ചിക്ക് സ്പാർക്ക് അടിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ചേച്ചി പോട്ടയിലേക്കും ഡിബയിലേക്കും എവിടേക്കൊക്കെയോ വിളിച്ചിട്ട് എൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ച് എന്നെ വിളിച്ചു. പറഞ്ഞൊരു കാര്യം, നിഖിലേ, എൻ്റെ മക്കളെയും കൊന്ന് ഞാൻ മരിക്കണമെന്ന് വിചാരിച്ചടാ ഈ രാത്രി, ഒരു വഴിയില്ലാണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നിൻ്റെ വീഡിയോ കണ്ടത്. അപ്പം എനിക്ക് തോന്നി ഈ ഒരവസ്ഥയിലും ഇവനിങ്ങനെ സന്തോഷിക്കാനുണ്ടല്ല, ഇവൻ്റെ കുടുംബം ഇങ്ങനെ നിൽക്കണുണ്ടല്ല, ഇവനിങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാ ആരോഗ്യ സൗകര്യമുള്ള ഞാനിനി ആത്മഹത്യ ചെയ്യില്ല, എൻ്റെ മക്കളെ നോക്കി ഞാൻ ജീവിച്ചോളാം. ഇവനെ നോക്കുന്ന കർത്താവ് എന്നെ നോക്കുന്നു, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. ആ ചേച്ചി ഫോൺ ചെയ്ത് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ജീവിതം കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായില്ല. 19 വയസ്സ് വരെ നിഖിൽ രാജ് എന്ന ഞാൻ ജീവിച്ചിട്ട് എനിക്കല്ലാണ്ട് വേറെ ആർക്കും 10 പൈസയുടെ ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആക്സിഡൻറ്റ് പറ്റി തല മാത്രം കാപ്പൻ്റെ ശരീരത്തിൽ കർത്താവ് വന്നപ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരമാവാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ 19 വയസ്സ് വരെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ഓടിയിട്ട് എനിക്ക് കിട്ടാത്തതെല്ലാം ഈ ഒരവസ്ഥയിൽ കർത്താവ് എനിക്ക് തന്നു. അതുകൊണ്ട് നമ്മുടെയൊക്കെ ലൈഫിലെ എന്തു പ്രശ്നം വന്നാലും ആരും പേടിക്കണ്ടാട്ടാ, നമ്മളാരും തനിച്ചല്ല, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ ആരാധനയിൽ ഒരു കാര്യം പ്രാർത്ഥിച്ചോളൂ, നമ്മുടെ ആവശ്യങ്ങൾ വിട്ടിട്ട് ഒറ്റ കാര്യം ഒന്ന് പ്രാർത്ഥിക്കും. ഈശോയെ, അങ്ങയുടെ കുരിശില എന്നോട് കാണിച്ച സ്നേഹത്തിൻ്റെ ഒരംശം എനിക്കും തരണേന്ന്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ, കുരിശില സ്നേഹത്തിൻ്റെ ഒരംശം കിട്ടിയാൽ നമ്മുടെ ലൈഫ് അട്ടിമുട്ടി മാറും, നമ്മളെല്ലാം സെറ്റാവും. അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടെന്നാലും ആരും പേടിക്കേണ്ട, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും പറയാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഈ നൈറ്റ് വിച്ചലിന് വരാനും നിങ്ങളെല്ലാവരെയും കാണാനും സംസാരിക്കാനും അവസരം തന്ന
ഇവിടുത്തെ ജോസഫ് അച്ഛനും ഇവിടുത്തെ വികാരി അച്ഛനും ജിൻസ് അച്ഛനും ഇവിടെ ഈ നൈറ്റ് വിജിലിന് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ ശുശ്രൂഷകർക്കും ഞാൻ ഒരുപാട് നന്ദി പറയാണ്. അതേപോലെ തന്നെ ഈ സമയം അത്രയ്ക്കും വളരെ ശാന്തമായി കൊച്ചു കുട്ടികളുടെ പോലെ ഒരൊച്ചയും ബഹളം ഇല്ലാണ്ട് എന്നെ കേട്ടിരുന്ന നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദി പറയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പം അഡ്വാൻസായിട്ട് ഹാപ്പി ക്രിസ്മസ്. ആമേൻ.